നമ്മളുടെ വീട്, നമ്മളുടെ പുരയിടം, നമ്മൾ താമസിക്കുന്ന ആരൂഢം എന്നും പറയാം. ആരൂഢം എന്ന് പറഞ്ഞാൽ വീടും പുരയിടവും എല്ലാം കൂടി അടങ്ങുന്ന ആ മേഖലയെയാണ് ആരൂഢമെന്ന് പറയുന്നത്. ആരോഹണം ചെയ്ത് എടുക്കപ്പെട്ട സ്ഥലം എന്നാണ് അതിൻ്റെ പദാർത്ഥം. ഇങ്ങനെയുള്ള ആരൂഢത്തിന് അദൃശ്യങ്ങളായ പല ദോഷഭാവങ്ങളും വരാറുണ്ട്. ആരൂഢത്തെ ബാധിക്കുന്ന പോരായ്മകൾ ഒട്ടേറെയുണ്ട്. വാസ്തുശാസ്ത്രപരമായ കണക്കുകൾ മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു വീടിൻ്റെ കണക്കുകളിൽ തെറ്റുവരികയോ വാസ്തു സംബന്ധമായിട്ട് സ്ഥാന സംബന്ധമായിട്ടൊക്കെ കുറവുകൾ വരികയോ ചെയ്താൽ അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതങ്ങ് പരിഹരിക്കാം. ഒരു ഭാഗത്ത് ഇത്ര അടിയുടെ കുറവുണ്ട്, അല്ലെങ്കിൽ ഇത്ര കോൽ, ഇത്ര അങ്കുലം കൂടുതലുണ്ട് എന്നൊക്കെ കണ്ടാൽ അത് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ പോരായ്മ പരിഹരിക്കാം. എന്നാൽ അവ്യക്തമായ ചില ഗൃഹദോഷങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ചില വീടുകളിൽ താമസിച്ചാൽ വളരെ പ്രശ്നങ്ങളുണ്ടാകുക, കടബാധ്യതകൾ നിരന്തരം വരിക, ചെയ്യുന്ന കച്ചവടങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു പോവുക, സ്വസ്ഥതക്കുറവ്, ചിലർക്ക് രോഗങ്ങൾ വിട്ടുമാറാതെ വരിക എന്നും പലതരത്തിലുള്ള ദുരിതങ്ങൾ. വേറെ ചിലർക്ക് കുടുംബത്തിനുള്ളിൽ പ്രശ്നം, അഭിപ്രായ വ്യത്യാസം, കലഹം, അകൽച്ച, ഇങ്ങനെ ജീവിതത്തിലെ പല മേഖലയുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ചില വീടുകളിൽ കാണുന്നുണ്ട്. പലപ്പോഴും വാസ്തു ആചാര്യന്മാരെ വിളിച്ച് കാണിക്കുമ്പോൾ കണക്കുകളിൽ വലിയ പോരായ്മയൊന്നും ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പം വാസ്തുശാസ്ത്രപരമായ പരിശോധന നടത്തിയിട്ട് കുഴപ്പമില്ല എന്ന് കണ്ടിട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ചുണ്ടാകുന്ന ചില പോരായ്മകൾക്ക് വളരെ അദൃശ്യമായ ചില ദോഷ സാന്നിധ്യങ്ങൾ അഥവാ ആ ഗൃഹത്തെ, ആ ആരൂഢത്തെ പൊതുവെ ബാധിക്കുന്ന വിപരീതമായ ചില ദോഷഭാവങ്ങൾ കാരണമായേക്കാം. പരിപൂർണമായിട്ട് അതിനെ വ്യവച്ഛേദിക്കുവാൻ, തരംതിരിച്ചു മനസ്സിലാക്കുവാൻ അത്ര എളുപ്പമല്ല. ഇങ്ങനെയുള്ള ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പരിപൂർണമായ ഗൃഹരക്ഷയ്ക്കും എല്ലാവിധ ദോഷങ്ങളും പരിപൂർണമായിട്ട് മാറുന്നതിനും ചെയ്യുന്ന ഏറ്റവും വിപുലമായ ഒരു ചടങ്ങാണ് മഹാസുദർശന കലശം. സുദർശനം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന ചക്രായുധമാണ്. മഹാഭാരതത്തിൽ വിഷ്ണു അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ പലപ്പോഴും സുദർശന ചക്രത്തെ ആവാഹിച്ചു വരുത്തി പ്രയോഗിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ എല്ലായ്പ്പോഴും ഈ സുദർശന ചക്രം കാണപ്പെടാറില്ല. മനുഷ്യാവതാരമെടുത്ത കൃഷ്ണ ഭഗവാൻ സാധാരണക്കാരനായി ജീവിച്ചിരുന്നു. സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഒപ്പം സാധാരണ പോലെ ഇടപെട്ടിരുന്നു. അതീവ ദുർഘട സാഹചര്യത്തിലാണ് ഭഗവാൻ സുദർശനത്തെ കൈവിരലിലേക്ക് ആവാഹിച്ചു വരുത്തുന്നതായിട്ട് കാണുന്നത്. വിഷ്ണു ഭഗവാന്റെ ചക്രമാണ് സുദർശനം. അത് പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ വരാറുണ്ട്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളത് ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകും. സുദർശനം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അംശാവതാരം തന്നെയാണ്. ഹരസുദർശനമൂർത്തി എന്ന് പറയും. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ചക്രായുധത്തെ ആവാഹിച്ച് സമഗ്രമായി പൂജ നടത്തി ആ സുദർശന ചക്രത്തെ വളരെ വിപുലമായി ഫ്രെയിം ചെയ്തെടുത്ത മഹാസുദർശന യന്ത്രത്തിലോ അഥവാ വിശേഷാൽ പൂജ ചെയ്ത ഒരു കലശത്തിലോ ആവാഹിച്ച് ഗൃഹത്തിൽ സ്ഥാപിക്കുന്ന ചടങ്ങാണ് മഹാസുദർശനം. മഹാസുദർശന ഹോമം നടത്താറുണ്ട്.
സുദർശന മാലാമന്ത്രം ഉപയോഗിച്ച് ഹോമകുണ്ഡത്തിൽ നിശ്ചിത സംഖ്യ പല ദ്രവ്യങ്ങൾ ചേർത്ത് ഹോമിക്കുന്ന ചടങ്ങാണ് മഹാസുദർശന ഹോമം. അത് പിതൃകർമ്മങ്ങളോടനുബന്ധിച്ചും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൂടാതെ സ്ഥലരക്ഷയ്ക്കായിട്ടും ചെയ്യാറുണ്ട്. അതിലും ഉയർന്ന അത്യന്ത വിപുലമായ ഒരു ചടങ്ങാണ് മഹാസുദർശന ചൈതന്യത്തെ സുദർശന യന്ത്രം രചിച്ച് അതിൽ ആവാഹിച്ച് പൂജ ചെയ്യുകയോ അഥവാ ഒരു കലശത്തിന്മേൽ ആവാഹിച്ച് പൂജ ചെയ്യുകയോ ചെയ്ത് ആ ഗൃഹത്തിൽ സ്ഥാപിക്കുന്ന ചടങ്ങ്. അത് വളരെ അത്ഭുതകരമായ ഒരു ചടങ്ങാണ്. അത് സമ്പൂർണമായ സംരക്ഷണം നൽകുന്നതുമാണ്.